ഇതാണ് ഇതാണ് സോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂടാക്കാണ്ട് എങ്ങനെ പൈപ്പ് വളയ്ക്കാം, UPVC കോൺഡ്യൂട്ട്സ് എങ്ങനെ വളയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ ബെൻഡിങ് സ്പ്രിംഗ് ആണ്, ബെൻഡറാണിത്. ഇത് നമ്മുടെ 20 mm ലൈറ്റ് ട്രിഗറിൻ്റെ 20 mm LMS അഥവാ ലൈറ്റ് പൈപ്പാണ്. ഇത് നമ്മുടെ ട്രിഗർ UPVC കോൺഡ്യൂട്ട്സിൻ്റെ 20 mm LMS അഥവാ 20 ലൈറ്റ് എന്ന് പറയുന്ന മോഡലാണിത്. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറയുന്നത് വെച്ചാൽ നമ്മൾ 20 LMS തൊട്ട് ബെൻഡർ ഉപയോഗിച്ച്, അതായത് ഈ ബെൻഡർ ഉപയോഗിച്ച് ചൂടാക്കാതെ തന്നെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. അതായത് ഇപ്പോൾ ഇത് ഇടുക. ഇപ്പോൾ ഈ ബെൻഡറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ബെൻഡർ 20 ലൈറ്റിൻ്റെ ബെൻഡറാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോളറൻസ് ഉണ്ടല്ലോ, ഈ വാൾ തിക്നെസ് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ്ങും തമ്മിലുള്ള ടോളറൻസ് വളരെ മിനിമം ആയിരിക്കണം. അപ്പോൾ അതായത് ഇതിപ്പോൾ ISA സ്റ്റാൻഡേർഡിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ബെൻഡറാണ്. അപ്പോൾ ഈ ബെൻഡറും ഈ പൈപ്പും കൂടി അകത്ത് കയറ്റി നമ്മളിത് ഇങ്ങനെ ഒരു ബെൻഡ് ചെയ്യാം. നമുക്ക് കണ്ടല്ലേ, ഇപ്പം നമുക്ക് 90 ഡിഗ്രിയാണ് വേണ്ടെങ്കിൽ ഇപ്പം 90 ഡിഗ്രി. ഇത് ട്രിഗറിൻ്റെ UPVC കോൺഡ്യൂട്ട്സ് ലൈറ്റ് പൈപ്പ് ബെൻഡ് ചെയ്തിരിക്കുന്നതാണ് വിത്തിൻ സ്പ്രിങ്. ചൂടാക്കിയ ഒരു കാര്യവും ചെയ്തിട്ടില്ല. നമ്മൾ സ്പ്രിങ് ഇട്ട് വളച്ചു. ഇത് നമ്മൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ എടുത്തതാണ്. ഈ ISAയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, നമ്മളിത് വളയ്ക്കാൻ നോക്കുമ്പോഴത്തേക്കും ഉള്ളൊരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇതാണ്.